ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ്. അപ്പോൾ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ആമി എന്തിനാ ഇത്ര മസിൽ പിടിച്ച് സംസാരിക്കുന്നത്, ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു സ്പെഷ്യൽ അടാർ ഐറ്റമാണ്, അതായത് ഇറച്ചിപ്പുട്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് മറ്റാരുമല്ല ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായി വെള്ളവും ഉപ്പും നനച്ച് മാവ് നന്നായി സെറ്റ് ചെയ്തെടുക്കുക. പുട്ടിനുള്ള മാവ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഒരു പുട്ടിൻ്റെ ആ ഒരു കുറ്റി എടുക്കാം. അതിലേക്ക് അല്പം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് മാവ് ഇടാം. അതിനുശേഷം നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കുറച്ച് അതിനകത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലായി മാവിടാം. അതിൻ്റെ മുകളിലായി കുറച്ച് തേങ്ങാപ്പീര കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഈ പുട്ടുകുറ്റി ജസ്റ്റ് അടയ്ക്കാം. ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ ആവി വരട്ടെ. അങ്ങനെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ അതൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന നല്ല സ്പെഷ്യൽ പുട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാമേ. നമ്മുടെ ആ കുറ്റി എടുക്കുന്നു. അതിനുള്ളിലേക്ക് ആദ്യം കുറേ തേങ്ങാപ്പീര ഇടുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ മാവ് അതിലേക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം അതിന് മുകളിലായി കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായി വീണ്ടും നമ്മൾ മാവിടുന്നു. അതിൻ്റെ മുകളിലായി വീണ്ടും ഇത്തിരി തേങ്ങാപ്പീര വെച്ച് കൊടുക്കുന്നു. ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ആവി കയറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളാണ് ഗൈസ്. ഇത്തിരി നമ്മളെ ഈ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ്റെയോ കറിയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പുട്ട് തയ്യാറാക്കാം. ഇതിനുള്ളിൽ നമ്മൾ ഈ ബീഫിൻ്റെ ഫില്ലിങ്സ് വെക്കുന്നത് കൊണ്ട് തന്നെ ഈ പുട്ടിൻ്റെ ആ ഒരു മാവും ആ ഒരു ബീഫിൻ്റെ ആ ഒരു കറിയുമായിട്ട് നല്ല ബ്ലെൻഡാവും. നല്ല അടാർ ഐറ്റമാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഹൈസൂൺ ഇത്തിരി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം എരിവുണ്ട്. ബാക്കി ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ ഇടയ്ക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.